ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്പ്രിങ്ങിൻ്റെ എൻവയോൺമെൻറ്റൽ സെറ്റപ്പ് എല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്പ്രിങ് ആപ്ലിക്കേഷൻ, ഒരു ബേസിക് ആയിട്ടുള്ള സ്പ്രിങ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് മാത്രം നമുക്ക് നോക്കാം. ഒരു ബേസിക് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, സ്പ്രിങ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഒരു സ്പ്രിങ് ഇൻവേർഷൻ ഓഫ് കൺട്രോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെറിയ കോഡിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ ഇത് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇപ്പോൾ ഞാനൊരു ID ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ID ഓപ്പൺ ചെയ്തിട്ട് ആദ്യമായിട്ട് ഞാനിപ്പോൾ എങ്ങനെയാണ് ഇത് സെറ്റപ്പ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനതിന് സ്പ്രിങ് ഫസ്റ്റ് എന്ന ഒരു പേരും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളതിനെ ഇപ്പോൾ ഇത് വേറൊരു ജാവ പ്രൊജക്റ്റ് മാത്രമാണല്ലോ. ഇപ്പോൾ അതിനെ സ്പ്രിങ് എനേബിൾ ആക്കാൻ വേണ്ടി നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ ബിൽഡ് പാത്തിൽ സ്പ്രിങ്ങിൻ്റെ ലൈബ്രറീസും അതുപോലെ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന അപ്പാച്ചെ കോമൺ ലൈബ്രറീസും ഈ രണ്ട് ഇതും നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ബിൽഡ് പാത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ ബിൽഡ് പാത്തിൽ പോയി കോൺഫിഗർ ബിൽഡ് പാത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ ലൈബ്രറീസ് എന്ന് പറഞ്ഞ ടാബിൽ പോയി ആഡ് എക്സ്റ്റേണൽ ജാർസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ജാർ ഫയലുകളുണ്ടല്ലോ, അപ്പാച്ചെ കോമൺസിൻ്റെയും കോമൺ ലോഗിങ്, അത് സ്പ്രിങ് ഫോൾഡർ നമ്മൾ ചൂസ് ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ലിബ് എന്ന് പറഞ്ഞ് കാണാം. ഇതാണ് സ്പ്രിങ്ങിൻ്റെ ഓരോ ലൈബ്രറീസും. ആ ലൈബ്രറീസ് എല്ലാം നമ്മൾ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ആഡ് എക്സ്റ്റേണൽ ജാർസ് എന്ന് കൊടുക്കുക. നമ്മൾ അപ്പാച്ചെ കോമൺ ലൈബ്രറീസ് 2 ആഡ് ചെയ്യണമല്ലോ. കോമൺ ലൈബ്രറീസ് ഓപ്പൺ ചെയ്തു. അതിലെ 2 കോമൺസ് ലോഗിങ് 1.2 1.2 ജാവ ഡോക്ക്, ഈ 2 ലൈബ്രറിയും കൂടെ ജാർ ഫയലും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. അപ്ലൈ കൊടുക്കുക. അപ്ലൈ ആൻഡ് ക്ലോസ് കൊടുക്കുക. ഇപ്പോൾ നമുക്കറിയാം, ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജാവ പ്രൊജക്റ്റിൽ നമ്മൾ സ്പ്രിങ്ങിൻ്റെ ഡിപ്പെൻഡൻസീസ്, അപ്പാച്ചെ കോമൺ ഡിപ്പെൻഡൻസീസ് എല്ലാം ആഡ് ചെയ്തു. ഇപ്പോൾ ഇതൊരു സ്പ്രിങ് കേപ്പബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇങ്ങനെയാണ് നമ്മളൊരു ആപ്ലിക്കേഷനെ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ റെഡിയാണ് സ്പ്രിങ്ങിൽ. നമ്മൾ പ്രൊജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അത് ന്യൂ കൊടുത്ത് പുതിയൊരു പാക്കേജ് ആഡ് ചെയ്യുക. ആ പാക്കേജിന് നമ്മളൊരു നെയിം കൊടുക്കുക. com.samples.spring എന്നാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. spring.da, എന്നിട്ടത് ഫിനിഷ് ചെയ്യുക. ഇനി ഈ പാക്കേജിൽ നമുക്കൊരു ക്ലാസ് ആഡ് ചെയ്യാം. ന്യൂ ക്ലാസ്. ആ ക്ലാസ്സിന് എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ വെഹിക്കിൾ എന്നാണ് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് അതിൽ പബ്ലിക് സ്റ്റാറ്റിക് മെയിൻ മെത്തേഡ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനായിട്ട് ആ ചെക്ക് ബോക്സ് ചൂസ് ചെയ്തിട്ട് ഞാൻ ഫിനിഷ് കൊടുത്തു. ഇപ്പോൾ അവിടെ ഒരു ക്ലാസ് ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ പബ്ലിക് സ്റ്റാറ്റിക് വേർഡ് മെയിൻ ഒരു ക്ലാസ് ഉണ്ട്. ഇനി ഞാൻ ഈ പാക്കേജിൽ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു ക്ലാസ്സും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഈ മെയിൻ ക്ലാസ്സിന് ഒരു ഡിപ്പെൻഡൻസി ആയിട്ട് വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ വെഹിക്കിൾ ആ ക്ലാസ്സാണ് അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാനിവിടെ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. എല്ലാ വെഹിക്കിളിനും സ്പെയർ പാർട്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലാസ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ ക്ലാസ്സിൽ 2 പാരാമീറ്റർ ആഡ് ചെയ്യാണ്, 2 ഫീൽഡ് ആഡ് ചെയ്യാണ്. സ്ട്രിങ് ടയർ ടൈപ്പും അതുപോലെ സ്ട്രിങ് ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞ 2 സ്ട്രിങ് വേരിയബിൾസ് ആഡ് ചെയ്യുകയാണ്. ഇനി ഈ ആഡ് ചെയ്ത 2 ഫീൽഡിനും ഞാൻ ഒരു സെറ്റർ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മെത്തേഡ് എഴുതുന്നുണ്ട്. പബ്ലിക് വോയിഡ് ബിൽഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് എഴുതുന്നുണ്ട്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ 2 പാരാമീറ്ററുകളുണ്ട്, ഒരു
മെത്തേഡുണ്ട്. ഈ മെത്തേഡിലൊന്നുമില്ല, ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ മാത്രം പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡ് എഴുതുന്നുണ്ട്, ബിൽഡ് എന്നും പറഞ്ഞ്. system.out.println എഴുതി ഞാനിപ്പോൾ സിംഗിൾ ലൈൻ അതിൽ കൊടുക്കുവാണ്. ബിൽഡിംഗ് ദ വെഹിക്കിൾ ക്ലാസ്, വെഹിക്കിൾ വിത്ത് സ്പെയർ പാർട്സ്. ഇപ്പോൾ നമ്മൾ സ്പ്രിങ്ങിൽ ഇങ്ങനെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് എന്താ പറയുക, നമ്മൾ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ കോഡും കൂടെ നമ്മൾ എഴുതുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് നമ്മൾ വെഹിക്കിളിൽ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, അല്ലേ? സ്പെയർ പാർട്സ് ഈക്വൽ ടു ന്യൂ സ്പെയർ പാർട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ സ്പെയർ പാർട്സ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ആ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ള ബിൽഡ് മെത്തേഡിനെ കോൾ ചെയ്യാൻ. ഇപ്പോൾ നോർമലി നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ സ്പെയർ പാർട്സ് ഡോട്ട് ബിൽഡ് എന്ന് എഴുതിയാൽ നമുക്ക് ആ ബിൽഡ് എന്ന് പറഞ്ഞ മെത്തേഡ് കോളാകും, അത് പ്രിൻ്റ് ആകും. അതിൽ ഈ ബിൽഡിംഗ് വിത്ത് ദ വെഹിക്കിൾ സെപ്പറേറ്റ്സ് എന്ന് പറഞ്ഞ ലൈൻ പ്രിൻ്റ് ആവും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ജാവ ആപ്ലിക്കേഷനിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ സ്പ്രിങ്ങിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാനുവലായിട്ട്, അതായത് സ്പെയർ പാർട്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സ്പ്രിങ് തന്നെ നമുക്കായിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഇൻവേർഷൻ ഓഫ് കൺട്രോൾ വീഡിയോ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് IOC കണ്ടെയ്നർ ഉണ്ട്, ആ കണ്ടെയ്നർ നമുക്കത് ആയിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മാനേജ് ചെയ്യുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, അല്ലേ? ഇപ്പോൾ നമ്മൾ സ്പ്രിങ്ങിന് വേറൊരു അത്യാവശ്യമുള്ളൊരു ഫയലാണ്, ഒരു XML ഫയൽ അത്യാവശ്യമായിരുന്നു. നമ്മൾ beans.xml ഫയൽ എന്നും പറഞ്ഞ് നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഈ ഫയലിലാണ് നമ്മൾ ഏതെല്ലാം ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ അതൊരു XML ഫയൽ ഇപ്പോൾ അത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിലൊരു ടാഗുണ്ട്, XML കിട്ടിയ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമ്മളിവിടെ ആ മെത്തേഡിനെ കോൾ ചെയ്യും. ഇനി ഇപ്പോൾ beans.xml ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കുറച്ച് XSDs ഉണ്ട്. ആ XSDs സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇനി എഴുതാൻ പോകുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇതിൽ നമ്മൾ എത്ര ഓരോ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റും, അതായത് ബീനും നമുക്ക് വേണമെങ്കിൽ അപ്പോൾ ആ ക്ലാസ്സിൻ്റെ എല്ലാം എൻട്രീസ് നമ്മളിവിടെ കൊടുക്കണം. ഇപ്പോൾ നമുക്കിവിടെ ഏത് ക്ലാസ്സിൻ്റെ ബീനാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്? നമുക്കിവിടെ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ബീനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിൽ 2 ഫീൽഡുകളുമുണ്ട്, ടയർ ടൈപ്പ് ഉണ്ട്, ബോഡി ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ, ഈ ഇൻഫർമേഷൻ എല്ലാം കൂടെ നമ്മൾ ബീൻ ടാഗിൽ നമ്മൾ ആഡ് ചെയ്യണം. ആദ്യം നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഈ 2 ഫീൽഡിൽ നമ്മളൊരു സെറ്റർ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സോഴ്സിൽ പോയി ജനറേറ്റ് ഗെറ്റർ ആൻഡ് സെറ്റർ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഈ 2 ഫീൽഡിനും സെറ്റർ മെത്തേഡ് നമുക്ക് ജനറേറ്റ് ആവും. ഇപ്പോൾ നമുക്ക് കാണാം, ബോഡി ടൈപ്പിനും അതുപോലെ തന്നെ ടയർ ടൈപ്പിനും 2 സെറ്റർ മെത്തേഡ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ കാണാം, ഇപ്പോൾ ഈ നമ്മൾ സാധാരണ നമ്മൾ സ്പെയർ പാർട്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്പെയർ പാർട്സ് ഈക്വൽ ടു ന്യൂ സ്പെയർ പാർട്സ് എന്നാണ്. ഇപ്പോൾ നമ്മളത് കമൻറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഇവിടെ സ്പ്രിങ് എന്താണ് ചെയ്യേണ്ടത്? ഈ സ്പെയർ പാർട്സിൻ്റെ ഒബ്ജക്റ്റ് ഈ നമ്മുടെ beans.xml നിന്ന് റീഡ് ചെയ്ത് IOC കണ്ടെയ്നറിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അതെടുത്ത് നമുക്ക് തരണം, അല്ലേ? അതാണ് ഇവിടെ സ്പ്രിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ IOC കണ്ടെയ്നറിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഇൻ്റർഫേസ്. അപ്പോൾ നമ്മൾ ആ ഇൻ്റർഫേസിന് നമ്മളൊരു ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യണം. ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ ക്ലാസ് പാത്ത് ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ്
ബ്രാക്കറ്റിൽ നമ്മൾ ഇവിടെ നിന്നാണ് റീഡ് ചെയ്യുന്നത്, ഏതൊക്കെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള വിവരങ്ങൾ നമ്മൾ റീഡ് ചെയ്യുന്നത് beans.xml എന്നാണ്. ആ വിവരം നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ ഈ ക്ലാസ് പാത്ത് XML ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ്, ഈ ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഇൻ്റർഫേസിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് കിട്ടി, കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ എന്താണുള്ളത്? നമ്മൾ ഏതൊക്കെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണോ വേണ്ടത് ആ ഒബ്ജക്റ്റിൻ്റെ വിവരങ്ങളുണ്ട്. അപ്പോൾ ആ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ഏത് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണോ വേണ്ടത്, ഇപ്പോൾ ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റിൽ എല്ലാ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൻ്റെ വിവരങ്ങളുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ്, അതായത് നമുക്ക് ആവശ്യമുള്ള ബീന് ഏതാണെന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. അതാണ് കോണ്ടെക്സ്റ്റ് ഡോട്ട് ഗെറ്റ് ബീൻ ഓഫ് ഗെറ്റ് ബീൻ കൊടുത്തിട്ട് അതിനുള്ളിൽ നമ്മൾ ഏത് ക്ലാസ്സിൻ്റെ ബീനാണ് വേണ്ടത്, അതുപോലെ തന്നെ ആ ബീനിൻ്റെ ID, ഈ രണ്ടുമാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ആദ്യം ഡബിൾ കോട്ട്സിൽ നമ്മൾ ആ ബീനിൻ്റെ ID മെൻഷൻ ചെയ്യണം. രണ്ടാമത് ആ ബീന് ഏത് ടൈപ്പ് ആണെന്ന്, അതായത് ഏത് ക്ലാസ്സിൻ്റെ ബീനാണെന്ന്. ഇപ്പോൾ നമുക്കിവിടെ വേണ്ടത് സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അല്ലേ, അതുകൊണ്ട് സ്പെയർ പാർട്സ് ഡോട്ട് ക്ലാസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു നെയിം വെക്കണം. അതിൽ നമ്മുടെ ഇവിടെ സ്പെയർ പാർട്സ് എന്ന് സ്മോൾ ലെറ്ററിലാണ് വെച്ചിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന നെയിം തന്നെ ആയിരിക്കണം നമ്മുടെ beans.xml കൊടുക്കേണ്ടത്. ആ beans.xml കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത്. നമ്മൾക്ക് ബീൻ ടാഗ്, അതായത് ബീൻ എന്ന് പറഞ്ഞ ഒരു ഓപ്പണിംഗ് ടാഗും ക്ലോസ്ഡ് ടാഗും നമ്മളിവിടെ എഴുതണം. അതിനുശേഷം ഐ ഡി എന്ന് പറഞ്ഞ് സ്പെയർ പാർട്സ് കൊടുത്തിട്ടില്ല. ഈ ID ആണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടാർത്തല്ലോ, അതിവിടെ വേണ്ടത് ഇതേ സെയിം തന്നെ ആയിരിക്കണം അവിടെയും വേണ്ടത്. ഇത് ഈ സ്പെയർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കണം ഈ beans.xml വേണ്ടത്. പിന്നെ നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടതാണ് ഏത് ക്ലാസ്സിൻ്റെ ബീനാണെന്ന് നമ്മൾ പറയണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഫുള്ളി ക്വാളിഫൈഡ് നെയിം നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. അതിന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏത് ക്ലാസ്സാണ് വേണ്ടത്, ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്പെയർ പാർട്സിൻ്റെ ക്ലാസ് അല്ലേ, അപ്പോൾ ആ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഫുള്ളി ക്വാളിഫൈഡ് നെയിം അത് നമുക്ക് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ അത് സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിലോട്ട് നമ്മൾ പോവുക. അതുപോലെ തന്നെ നമുക്കിവിടെ ഇപ്പോൾ കിട്ടുന്ന ക്ലാസ് എന്ന് പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റ്, ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഏത് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണോ വേണ്ടത് ആ ക്ലാസ്സിലോട്ട് നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. ഇപ്പം നമ്മളിവിടെ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ ക്ലാസ്സാണ് ആവശ്യം, അതുകൊണ്ട് ഞാൻ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിലോട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മൾ യൂഷ്വലായിട്ട് ബിൽഡ് എന്ന് പറഞ്ഞ മെത്തേഡ് കോൾ ചെയ്യുവാണ്. ഇനി നമ്മളിപ്പോൾ ഇവിടെ സ്പെയർ പാർട്സ് ക്ലാസ്സിൻ്റെ ഫുള്ളി ക്വാളിഫൈഡ് നെയിം വെക്കണം. അതിനായിട്ട് ക്ലാസ് ഈക്വൽ ടു ഇവിടെ ഈ ഡബിൾ കോട്ട്സിനുള്ളിൽ നമ്മൾ ഫുള്ളി ക്വാളിഫൈഡ് നെയിം വെക്കണം. അതിനായിട്ട് നമ്മളിപ്പോൾ ഈ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഫുള്ളി ക്വാളിഫൈഡ് നെയിം എടുക്കാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ കോപ്പി ക്വാളിഫൈഡ് നെയിം എന്ന് പറഞ്ഞ് കിട്ടും. അത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഫുള്ളി ക്വാളിഫൈഡ് നെയിം വന്നു. ഇപ്പോൾ അത് നമ്മൾ ബീനൊരു സ്റ്റാർട്ട് ടാഗും എൻഡ് ടാഗും ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ക്ലാസ്സിൽ, അതായത് ഈ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ 2 ഫീൽഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ 2 ഫീൽഡിൻ്റെ വാല്യൂവും കൂടെ ഇപ്പോൾ നമ്മൾ ഈ ബീൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇഞ്ചെക്റ്റ് ചെയ്യണം. അതായത് ഈ വാല്യൂവിൻ്റെ കൂടെ ചേർന്നിട്ടാണ് ആ ക്ലാസ് ഇഞ്ചെക്റ്റ് ചെയ്ത് നമ്മുടെ IOC കണ്ടെയ്നറിൽ ഒബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ 2 ഫീൽഡിനെയും നമ്മൾ എന്നാ പറയുന്നത്, ഈ ബീനിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സെറ്റർ മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ beans.xml അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു ടാഗ് യൂസ് ചെയ്യാം. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞാൽ ബീനിൻ്റെ പ്രോപ്പർട്ടീസ്. അതായത് ഇപ്പോൾ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമുക്കറിയാം അല്ലേ, ടയർ ടൈപ്പ്, ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞ 2 പ്രോപ്പർട്ടീസാണുള്ളത്. അപ്പോൾ ആ 2 പ്രോപ്പർട്ടീസും നമ്മളിവിടെ ഈ പ്രോപ്പർട്ടി ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതണം. ഇപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി ടാഗിലെ നെയിമും വാല്യൂവും, ഇപ്പോൾ നമ്മൾ നെയിം എന്ന് പറഞ്ഞാൽ ടയർ ടൈപ്പ് എന്ന് നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുത്തു. അതുപോലെ തന്നെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ടയറിൻ്റെ നമ്മളൊരു വാല്യൂ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂവും കൊടുക്കുക. അപ്പോൾ ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന ടയർ ടൈപ്പിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു 50 mm എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂ കൂടെ ചേർന്നാണ്, അതായത് ഇപ്പോൾ ജനറേറ്റ് ആകുന്ന സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിൽ, അതായത് ബീനിൽ ടയർ ടൈപ്പിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 50 mm എന്നും കൂടെ നമുക്ക് ചേർന്ന് വരും.
നമ്മൾ അടുത്ത പ്രോപ്പർട്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ബോഡി ടൈപ്പ്. അത് ബോഡി ടൈപ്പ് ഏതാ മെറ്റൽ എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ വേണ്ട ബീനിൻ്റെ അകത്ത് ഏതെല്ലാം പ്രോപ്പർട്ടിയും ഇഞ്ചെക്ട് ചെയ്യണമെന്ന് നമ്മൾ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്ത് നമ്മൾ കൊടുക്കണം. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് സേവ് ചെയ്യാം. ഇത് സേവ് ചെയ്തിട്ട് നമുക്ക് അതായത് ഇപ്പോൾ beans.xml നിന്ന് റീഡ് ചെയ്യുന്നതല്ല, ഇവിടെ നമുക്ക് ഒബ്ജക്റ്റായിട്ട് വരും. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. നമുക്കറിയാം നമ്മുടെ ഇത് ആപ്ലിക്കേഷൻ റണ്ണായി. ബിൽഡിംഗ് ദ വെഹിക്കിൾ വിത്ത് സ്പെയർ പാർട്സ് എന്ന് പ്രിൻ്റ് ആയിട്ടുണ്ട്. അത് ഈ ബിൽഡ് മെത്തേഡിൽ നിന്ന് പ്രിൻ്റ് ആകുന്നതാണ്. ഈ ബിൽഡ് മെത്തേഡ് ഏത് ക്ലാസ്സിലുള്ളതാണ്? സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ളതാണ്. സ്പെയർ പാർട്സിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ സ്പ്രിങ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുത്തു. ആ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ബിൽഡ് എന്ന് പറഞ്ഞ മെത്തേഡിനെ 16ാം ലൈൻ നമ്പറിൽ കോൾ ചെയ്തത്. ലൈൻ നമ്പർ 23 നമ്മൾ ഉള്ള ബിൽഡ് മെത്തേഡിനെ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ടെക്നോളജി വീഡിയോസൊക്കെ അപ്ലോഡ്